ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ രൂക്ഷമായത് കാരണം ഗോമതി അമ്പലത്തിലേക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് മീനാക്ഷിയും കൂട്ടി പോകാനുണ്ട്. അവിടെ ചെന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെയാണ്. അത് കേട്ടിട്ട് മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഇത് അമ്പലമാണ്, ഇവിടെ നിന്ന് ബഹളം വയ്ക്കാതെ സങ്കടപ്പെടാതെ. ഇല്ല, എനിക്ക് പരാതി പറയാൻ ഭഗവാനേ ഉള്ളൂ, ഭഗവാനോട് ഞാൻ സങ്കടങ്ങൾ പറഞ്ഞ് തീർക്കുക എന്നെ ചെയ്യും എന്നും പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യും തട്ടി പറിച്ചിട്ട് അവിടെ പോയി ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു സ്വാമി ഇരിപ്പുണ്ട്. സ്വാമി ഇതെല്ലാം കാണുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ സ്വാമി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, കാര്യങ്ങളൊക്കെ ഇവർ പറയുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ അച്ഛനാണോ മകനുമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട് ഗോമതിക്ക് വീണ്ടും ടെൻഷനാവുക, ഈ സ്വാമി എന്തൊക്കെയായി പറയണമെന്ന്. അപ്പോൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് സ്വാമിയെടുത്ത് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും സ്വാമിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രശ്നങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ, ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, നിങ്ങൾ ഒത്തിരി കരയേണ്ടി വരുമെന്ന്. അപ്പോൾ ഉടനെ ഗോമതി പറയണത്, എന്താ സ്വാമി ഇങ്ങനെ, ഞാനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, എന്നിട്ട് ഇങ്ങനെയാണോ പറയണതെന്ന് ചോദിക്കാട്ടോ. അപ്പം തന്നെ ആ സ്വാമി പറയണം, അതിന് സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ട് അതിൻ്റെ സന്തോഷവും നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് കുറച്ച് സങ്കടപ്പെടുന്നതുകൊണ്ട് കാര്യം കുഴപ്പമൊന്നുമില്ല, പിന്നെ ആ സന്തോഷ വാർത്തയും ഞാൻ തന്നെ നിങ്ങളോട് പറയും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് ഗോമതിയെ പറഞ്ഞു വിടുന്നുണ്ടോ. അങ്ങനെ ഗോമതി മീനാക്ഷിയും കൂടെ വരണ വഴിക്ക് സംസാരിക്കണം ആര്യനെ പറ്റി. അപ്പോൾ മീനാക്ഷി പറയണം, ആര്യനും അച്ഛനും തമ്മിൽ നല്ല സ്നേഹമാണ് അമ്മേ, അവരത് പുറത്ത് കാണിക്കാത്തതാണ്. അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും ആര്യന് തന്നെയാണ്. ആര്യനോട് മക്കളെന്ന് വെച്ചിട്ട് സ്നേഹിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആര്യനോട് തന്നെയാണ് അച്ഛനും സ്നേഹമുള്ളത്, അത് അവർ തമ്മിൽ തിരിച്ചറിയും, അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. ഈ സമയം ജോലിക്ക് പോയ ആര്യനാണെങ്കിൽ വഴിവെക്കൽ ഉച്ചയാകുമ്പം ഭക്ഷണം കഴിക്കാനിരിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേക്കൂടെ ബാലൻ വരുന്നത്. അങ്ങനെ അവിടെ ആര്യനെ കാണുന്നുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് ആര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആര്യൻ അച്ഛനെ കാണുന്നതും പെട്ടെന്ന് കൈയൊക്കെ കഴുകി എണീക്കുകയാണ്. ഭക്ഷണം മുഴുവനും കഴിച്ചു പോലും ഇല്ല. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലൻ ഇവിടെ ആര്യനോട്, എന്നെ ആശുപത്രിയിലാക്കിയത് നീയാണല്ലേ എന്നൊക്കെ. ഞാനെന്തിനാ ആക്കണത്, എനിക്കതിന് വേറെ ജോലിയും തൊഴിലൊന്നുമില്ലേ, ഇരുട്ടുന്ന വരെ പണിയാണ്, രാത്രിയാണ് വീട്ടിൽ ചെന്നെത്തുന്നത്, ഇതിനിടയ്ക്ക് ആരെ ആശുപത്രിയിലാക്കിയെന്നാണ് ഈ പറയണേ, നീ ഒന്നും മറച്ചു വെക്കണ്ട, നീ തന്നെ എന്നെ ആശുപത്രിയിലാക്കിയത് എനിക്കറിയാം. ഇല്ല, ഞാനല്ല, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ മോനെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, നീ വീട്ടിലേക്ക് എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്തിൻ്റെ കുറവുണ്ടായിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. ഓ അത് ശരി, അപ്പോൾ എന്തിൻ്റെ കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് കാര്യം എന്നും കൂടി ബാലനോട് ചോദിക്കേണ്ട ആര്യൻ. അത് ശരി, നീ അപ്പോൾ അങ്ങനെയാണ് ചോദിക്കണല്ലേ, എന്താ അവിടെ ഉണ്ടായിരുന്നത് നിനക്കറിയില്ല, നിനക്ക് സ്നേഹമുള്ളൊരു അച്ഛനും അമ്മയുണ്ടെന്നുള്ളത് നീ മറന്നുപോയോ, ഇത്രയും കാലമൊക്കെ വളർന്ന് വലുതായി ഈ ഒരു നിലയിൽ ഇന്ന് നീ ജോലിക്കും പോയി കുടുംബവും നോക്കുന്നു, ഇതുവരെ എത്തിപ്പെട്ടെങ്കിൽ അത് അച്ഛൻ്റെ അമ്മയുടെയും കഴിവ് തന്നെയല്ലേ, അവരല്ലേ വളർത്തി വലുതാക്കിയത്, ജനിച്ചാൽ മാത്രം പോരല്ലോ, വളർത്താനും ആൾ വേണമല്ലോ എന്ന് ബാലൻ പറയുമ്പോൾ ഉടനെ ആര്യം പറയാ, ആര് പറഞ്ഞു, ജനിച്ചു കഴിഞ്ഞാൽ വളരാനും അവർക്കറിയാം, തന്നെ വളർന്നോളും, പിന്നെ അങ്ങനെ നീ പറയരുത്, പിന്നെ ജീവിച്ച കാലം അത്രയും ഈ ഒരു ഗോമതി സ്റ്റോറിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും ബാലൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ഓ പിന്നെ ഒരു ഗോമതി സ്റ്റോറും 10 കിലോ പഞ്ചസാര, 10 കിലോ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ പോയി അച്ഛാ, പിന്നെ അച്ഛാ ഇപ്പം വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളാണ് വന്നിരിക്കുന്നത്, ഒരു ഗോമതി സ്റ്റോറിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് വിടുക കേട്ടോ. ബാലൻ പറയണം, നിൻ്റെ സംസാര രീതിയാണ് ശരിയല്ലാത്ത, നീ കുറച്ചുകൂടെ മാനേഴ്സിൽ മര്യാദയായിട്ട് സംസാരിക്കണം, എനിക്ക് ഇത്രയ്ക്ക് സംസാരിക്കാൻ അറിയാവൂ, പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. നിനക്ക് ഇപ്പം ഈ ഗതി വരേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ, എന്താ കുഴപ്പം, ഞാൻ അന്തസ്സായിട്ട് തന്നെ ജോലി ചെയ്ത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് കുടുംബം ജീവിക്കുന്നത്, എന്നിട്ട് ഞാൻ വളർന്ന് വലുതായി കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ ബാലനോട് വാശി കാണിക്കട്ടോ. അവസാനം ബാലനാണെങ്കിൽ മുട്ട് കിതാണ് ആര്യൻ്റെ മുന്നിൽ. പിന്നെ നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടും ആര്യനെ ഒന്നും മനസ്സിലാക്കണില്ല. ആര്യൻ ദേഷ്യപ്പെട്ട് തന്നെയാണ് അച്ഛനോട് സംസാരിക്കുന്നത്. എന്നിട്ട് അച്ഛനോട് പറയില്ല, പോവാൻ നേരത്ത് പറഞ്ഞിട്ട് പോവാ, എന്തായാലും പാമ്പിന് എന്ത് തോന്നിയാവോ എന്ന് പറഞ്ഞിട്ടാണ് പോകണം കേട്ടോ, എന്ന് വെച്ചാൽ ചെറിയൊരു കടിയല്ലേ കൊടുത്തുള്ളൂ, പാമ്പ് പോലും വെറുതെ വിട്ടില്ലേ എന്ന് അച്ഛനെ ഒന്ന് ആക്കി വെച്ചിട്ടാണ് പോകണത്. പക്ഷേ ബാലന് അത് നല്ല സങ്കടമൊക്കെ ആവണുണ്ട്. അത് കഴിഞ്ഞ് നേരെ ബാലൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ പിന്നെ കാണിക്കുന്ന നന്ദിത തന്നെ കേട്ടോ, മിത്രയുടെ വീട്ടിൽ മിത്രയുടെ അമ്മയാണ്. നന്ദിതയാണെങ്കിൽ നന്ദിതയ്ക്ക് കിട്ടിയ ഫോട്ടോസ് ഇങ്ങനെ കണ്ട് സന്തോഷിച്ചിരിക്കുക. ആര്യൻ്റെയും മിത്രേൻ്റെയും ആ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഫോട്ടോസ് നന്ദിത കണ്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് രാജശ്രീ വരുന്നത്. ഓ, രാജശ്രീക്ക് അത് മനസ്സിലായി, ചേച്ചി എന്തിനാ ഈ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് ആര്യൻ്റെയും മിത്രയുടെ അല്ലേ, അതെ, ആദ്യം അല്ലയെന്ന് പറയണമെങ്കിലും പിന്നീട് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അത് ശരി, അപ്പോൾ ഇത് നോക്കി ഇവിടെ ഇരിക്കുകയാണല്ലേ,
ഇത്രയായിട്ടും ചേച്ചി ഇതൊന്നും പഠിച്ചില്ല. ഇത്രയും പഠിച്ചില്ല എന്ന് പറയാൻ എന്താ രാജശ്രീ? എൻ്റെ മോള് തന്നെയല്ലേ അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമല്ലേ? ഇന്ന് അവളെ ബർത്ത്ഡേ ആയിരുന്നു. ഓ, ബർത്ത്ഡേ ഇതുപോലെ കുറേ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചതാണല്ലോ. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടായിരുന്നോ എന്നും പറഞ്ഞ് രാജശ്രീ അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അപ്പം പാവം നന്ദിതയ്ക്ക് നല്ല വിഷമമായിട്ട് നന്ദിക പറയും, രാജശ്രീ നീ അങ്ങനെയൊന്നും പറയരുത്, കഴിഞ്ഞതൊക്കെ മറക്കണം. നമുക്ക് ദേവമംഗലത്തുകാരുമായിട്ട് ഒരു ശത്രുതയും വേണ്ട, ഇനി നമ്മൾ മറക്കണമെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ സ്വഭാവം മാറിയത്? അത് കൊള്ളാലോ. എന്തായാലും ഏട്ടനും ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് സംസാരിക്കാം. ഈ ജന്മത്ത് അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അതിന് ഒരു മാറ്റവും. കഴിഞ്ഞതെല്ലാം എത്ര പെട്ടെന്നാണ് ചേച്ചി മറന്നത് അല്ലേ? സ്വന്തം മോളുടെ കാര്യം മാത്രം ഇപ്പോൾ വലുതായി. എൻ്റെ മോൻ്റെ ജീവിതം കൂടി തകർത്തിട്ടല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാനും ഒരു അമ്മയല്ലേ, അപ്പോൾ എൻ്റെ മനസ്സിലും അത് ആ വേദന ഉണ്ടാവില്ലേ? അപ്പോൾ ഉടനെ നന്ദിത പറയുന്നുണ്ട്, നിൻ്റെ മോന് കാണിച്ചതും ശരിയല്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. ഇത്രയെ അടിച്ചു, പാവം. ഞാനിവിടെ വീണ് കിടന്നപ്പോൾ അവൾ എന്നെ വന്ന് രക്ഷിക്കാൻ നോക്കിയത് അവളുടെ അമ്മ ആയതുകൊണ്ടല്ലേ. അതിന് ഇവൻ കയറി അടിച്ചെന്തിനാ? അതൊക്കെ കൊണ്ടല്ലേ പോലീസ് കേസും അതും ഇതും ഒക്കെ ആയത്. എല്ലാത്തിനും തുടക്കം അലോക തന്നെയാണ് എന്നിങ്ങനെ നന്ദിത പറയുമ്പോൾ രാജശ്രീ അങ്ങ് തിളച്ച് നിൽക്കുക കേട്ടോ. പക്ഷെ അത് ശരി, ഇപ്പം മോളെ സൈഡിൽ നിന്ന് മോനും മരുമോനും ഒക്കെ ഒറ്റ കെട്ടായില്ലേ. എന്നിട്ട് ഞാനും എൻ്റെ മോനും എൻ്റെ ഭർത്താവൊക്കെ ഇപ്പം ഒറ്റയ്ക്കായി. ഇങ്ങനെ ഞാൻ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ അപ്പോൾ പിന്നെ പറഞ്ഞ് അവസാനം നന്ദിതയ്ക്കും ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. അപ്പം നന്ദിത പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്കിതിപ്പം അവൾ വേറെ കല്യാണം കഴിച്ച് പോയി എന്ന് പറഞ്ഞാൽ അവളെ വെറുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ അവരുമായിട്ട് പിണക്കത്തിലല്ല. എനിക്ക് എൻ്റെ മോളെ കാണും, ഞാൻ പോവും ഒക്കെ ചെയ്യും. ആഹാ, അപ്പോൾ ദേവമംഗലത്തേക്ക് ചേച്ചി പോകുമെന്നാണോ പറയണേ? അതെ, എന്താ പോയാൽ? എന്നാ ഒന്ന് പോയി നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് രാജശ്രീ പറയാം. നീ എന്ത് കാണിക്കാനാ? എൻ്റെ മോളെ കാണാൻ പോവാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ അപ്പുറത്ത് പോവുകയും ചെയ്യും, ഞാൻ അവളോട് മിണ്ടുകയും ചെയ്യും, അവരോട് എല്ലാവരോടും പിണക്കം മറക്കുകയും ചെയ്യും. നിനക്ക് വല്ലതും ചെയ്യാൻ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നേരെ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറയാം കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ രാജശ്രീ തിളച്ച് നിൽക്കുക. നിനക്ക് കാണണോ ഞാൻ അപ്പുറത്ത് പോകണത്? ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നന്ദിത അവിടുന്ന് നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഗോമതിയെ വിളിക്കുന്നുണ്ട്. ഗോമതി അന്തം വിട്ട് നോക്കുമ്പോൾ നന്ദിത അവരൊന്നും വീടിൻ്റെ പഠിക്കൽ പോലും വരാറില്ലല്ലോ, എന്നാലും വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് ചെല്ലണുണ്ട്. എന്താ നന്ദിതയും ചോദിക്കുക. അപ്പം നന്ദിത ചോദിക്കുന്നുണ്ട്, നമ്മുടെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കണോ രണ്ടുപേരും? അവർ സുഖമായിട്ട് തന്നെയാണ് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് കാലി കുത്താൻ പാടില്ല, നിങ്ങളോടൊന്നും സഹകരിക്കാനോ മിണ്ടാനോ പാടില്ല രാജശ്രീ അവിടെ നിന്ന് പറയുന്നുണ്ട്. അത് ശരി, സാരമില്ല ചേച്ചി, എന്തായാലും ഇതൊന്നും വലിയ പ്രശ്നമാക്കണ്ട, അവർക്കതൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പം നിങ്ങളിങ്ങോട്ടൊന്നും വരണ്ട, ഇനി നമ്മൾ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് രാജശ്രീ, ആഹാ, ഇതിനെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് 4 ചാട്ടം ചാടുന്നുണ്ട് കേട്ടോ. അപ്പം ചാടുമ്പോഴത്തേക്കിനും ഉടനെ അലോകിൻ്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ഇപ്പം മരുമോനും മോളും ഒക്കെ ഒറ്റക്കെട്ടായല്ലേ. അപ്പം ഉടനെ ഗോമതി പറയാം, നിങ്ങളിവിടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്. നിങ്ങൾക്ക് പേടിയില്ലെങ്കിലും, കാരണം ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടേ. ഇപ്പം തന്നെ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ പെണ്ണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കണേ? കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകണല്ലേ നല്ലത് എന്നൊക്കെ ഗോമതി പറയട്ടെ. പേടിയുണ്ടാവും, കാരണം ഇത്രയും സ്വർണം അവിടെ ഇരിക്കുകയല്ലേ, അതിൻ്റെ പേടിയാ എന്നൊക്കെ രാജശ്രീ പറയാം. അപ്പോൾ നന്ദിത പറഞ്ഞിട്ട്, സ്വർണ്ണത്തിൻ്റെ കാര്യം നീ മിണ്ടിപ്പോകരുത്, എൻ്റെ മകൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്, അത് അവൾ എടുത്തതെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, അത് ശരി, ഇപ്പം അങ്ങനെയായോ? നിങ്ങൾ മോക്ക് കൊടുക്കാനാണെങ്കിലേ നിങ്ങൾ അധ്വാനിച്ച് കൊടുക്കണമായിരുന്നു. ഇതെൻ്റെ ഭർത്താവും കൂടെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഉണ്ടാക്കിയതിൻ്റെ പങ്കാണ് പറ്റിയിരിക്കണത്, അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് രാജശ്രീ ഒറ്റ കട്ടായത്തിൽ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാ. അപ്പോൾ നിവർത്തി കേട്ട അവസാനം ഗോമതി എന്നെ പറയണം, ദേവി നിങ്ങൾ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കരുത്, ഈ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത്, പൊക്കോളൂ എന്നും പറയട്ടോ. അങ്ങനെ അവരങ്ങ് പിരിഞ്ഞ് പോവുകയാണ്. പിന്നെ നമ്മുടെ മിത്ര കോളേജ് വിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും കോളേജ് ഡേ, എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഡേ ഉണ്ട് കോളേജിൽ. ആ ദിവസം എല്ലാവരും പച്ചസാരി ഉടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ സാരിയൊക്കെ ഇനി വാങ്ങണമെങ്കിൽ അതൊരു ചിലവല്ലേ. അതുകൊണ്ട് തന്നെ മിത്ര പറയുന്നുണ്ട്, എനിക്ക് ചുരിദാറാണ് ഇഷ്ടം, സാരി എനിക്ക് ചേരത്തില്ല, അതുകൊണ്ട് ചുരിദാർ മതി എന്ന് പറയാം. അപ്പോൾ ആര്യൻ ചോദിക്കണം, എന്താ പ്രശ്നം? അപ്പോൾ ആര്യനോട് കൂട്ടുകാരികളും മിത്രയും കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആര്യനും പറയുക, ശരിക്കും പറഞ്ഞാൽ മിത്രയ്ക്ക് സാരി ചേരത്തില്ല, ചുരിദാർ തന്നെ മതി, അവൾ അതിട്ട് തന്നെ വരും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് പോവാട്ടോ. രാത്രി ബാലൻ വന്നതിന് ശേഷം ബാലനെ എല്ലാവരെയും വിളിച്ച് സഭ കൂട്ടുകയാണ്. അപ്പോൾ ഓടി വരികയാണ് ഗോമതി. എല്ലാവരോട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം, ഈ വീട്ടിൽ നിന്ന് ഇനി ആരും ആര്യനെ കാണുവാനോ സഹകരിക്കാനോ പോകരുത്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് എന്താ ബാലേട്ടൻ്റെ മനസ്സ് മാറിയത്? രാവിലെ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ, ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, പിന്നെ ചില കാര്യങ്ങൾ പതുക്കെ ഒളിച്ചും പാത്തും പറഞ്ഞാലേ പറ്റുള്ളൂ. എന്താ ബാലേട്ട കാര്യം പറ? അതെ, ഞാൻ ഇന്ന് ആര്യനെ കണ്ടിരുന്നു, അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം വഴിവെക്കത്തിരുന്ന് കഴിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പോയി സംസാരിക്കാൻ പോയത്.
അപ്പോൾ തന്നെ അവൻ എന്നെ ശരിക്കും ആക്ഷേപിച്ച വിട്ട് അങ്ങനെ ചെയ്യില്ല, ആരാ പറഞ്ഞത്, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, അവൻ്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടാ വരുന്നത്, എന്നെ ഈ ജന്മത്തിൽ ഇത്രയും കാലം ജീവിച്ചില്ല ആരുടെ മുമ്പിൽ ഞാൻ ഇത്രയും നാണം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. അവൻ എന്നെ ശരിക്കും പറഞ്ഞു, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു എന്നും കൂടെ പറയട്ടോ. അതുകൊണ്ട് ഇനിമേൽ അവനുമായിട്ട് ഇവിടെ ഉള്ളവർ ഒരു ബന്ധവും സ്ഥാപിക്കരുതെന്നും പറയാം. എല്ലാവരും അന്തം വിട്ട് കുന്തം മെഴുകിയൊലിങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.